ആദ്യം വേണ്ടത് സമവായം, ഒത്തൊരുമ. പിന്നെയാകാം മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ തർക്കം. നേതൃമാറ്റത്തിന് ഒരുങ്ങി തന്നെ ഹൈക്കമാൻഡ് സതീശനെ നിയന്ത്രിക്കുകയും ചെയ്യും. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുമാകട്ടെ അൻഷാദ്, നേതൃമാറ്റം എന്നുള്ളത് ആ പാർട്ടിയെ മാത്രം സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയല്ല. അത് ജനങ്ങളുടെ കൂടി ഒരു അഭിലാഷത്തിൻ്റെ പൂർത്തീകരണമോ അല്ലെങ്കിൽ അവരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ചില ഘടകങ്ങളോ ഒക്കെ ഉൾച്ചേർന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ പരിമിതിയെന്നോ അല്ലെങ്കിൽ നേട്ടമെന്നോ പറയാവുന്ന ഒന്ന്, നമുക്ക് നേരിട്ട് ജനനായകനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുക്കാൻ ആകില്ല ഒരിക്കലും. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാൽ ഭരിക്കപ്പെടണം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ലീഡ് ചെയ്യുന്ന മുന്നണിയാൽ ഭരിക്കപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അതിന് ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്, ആ മുന്നണിയാണ്. ഇപ്പോൾ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകണം എന്ന് കേരളം ആഗ്രഹിച്ചിരുന്നു. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണം എന്ന് കേരളം ആഗ്രഹിച്ചിരുന്നു. അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു ജനതയുടെ വൈകാരികതയാകരുത് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിക്കുള്ള മാനദണ്ഡം എന്നാണ്. അത് ആ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നതാണ്. ജനങ്ങൾക്ക് ഏത് രീതിയിലും ചിന്തിക്കാം, ആഗ്രഹിക്കാം. അതൊക്കെ ഒരു വൈകാരികതയെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. പക്ഷെ അവർക്ക് അവരുടെ മുന്നണിയെ തിരഞ്ഞെടുക്കാം, അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കാം. ജനങ്ങൾ അങ്ങനെ തിരുത്തിയത് ഒന്നേ ഉള്ളൂ, VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ഒരു അപവാദം സംഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന തർക്കത്തിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് 2026 കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും തങ്ങൾക്ക് ഭരിക്കാനുള്ള അവകാശം, അധികാരം കേരളത്തിലെ ജനങ്ങൾ തർക്കമില്ലാതെ നൽകും എന്നുള്ള ഒരു മൂഢസങ്കല്പമാണ്, കോൺഗ്രസിൻ്റെ ഒരു മൂഢസങ്കല്പമാണ്. അതവരെ മിക്കവാറും ചതിക്കാൻ, നിർഭാഗ്യവശാൽ അതൊരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ തർക്കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇതിന് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അവർ ജയിക്കണം. അവർ ഭൂരിപക്ഷം സീറ്റുകൾ UDF നേടണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2001 UDFന് ഏറ്റവും കൂടുതൽ, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 100 സീറ്റോളം, 100 സീറ്റ് അന്ന് UDFന് ലഭിക്കുകയും കോൺഗ്രസിന് 63 സീറ്റ് ലഭിക്കുകയും ചെയ്തു 2001. 2001 നിന്ന് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2006 കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം 38 കുറയുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഒരിക്കലും അവർക്ക് ആ ഒരു ഗ്രാഫിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 2011 24 സീറ്റായി കുറഞ്ഞു. 2016 കോൺഗ്രസിന് 22 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും 21 സീറ്റായി കോൺഗ്രസിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഈ 21 സീറ്റ് തങ്ങളുടെ കയ്യിൽ സേഫ് ആണ് എന്നാണ് VD സതീശൻ ഇപ്പോഴും പറയുന്നത്. VD സതീശൻ പറയുന്നത്, ശക്തമായൊരു വെയ്വ് പിണറായി വിജയൻ അനുകൂലമായി, CPMന് അനുകൂലമായി ഉണ്ടായപ്പോൾ പോലും 21 സീറ്റ് കോൺഗ്രസിന് കിട്ടിയെങ്കിൽ ആ 21 പ്ലസ് നേരത്തെ ജയിച്ച 42, അതായത് കോൺഗ്രസിന് 63 സീറ്റ് കിട്ടിയ 2001 ഗ്രാഫ് വെച്ചുകൊണ്ടാണ് VD സതീശൻ പറയുന്നത്, ഇപ്പോൾ 21 സീറ്റ് തങ്ങളുടെ കൈവശമുണ്ട്. ഇനി അന്ന് കിട്ടിയ ആ 42 കൂടി കിട്ടിയാൽ 2001 ആ ഫിഗർ ഉണ്ടല്ലോ 63, അതാണ് ഈ 63ന്റെ കണക്ക്, പ്ലാൻ 63 എന്ന് VD സതീശൻ പറയുന്നതിന്റെ കാരണം അതാണ്. എനിക്ക് തോന്നുന്നു അൻഷാദിന് അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കരുതുന്നത്. പക്ഷേ എൻ്റെ ഒരു ശക്തമായ വാദം എന്ന് പറയുന്നത്, എന്തുകൊണ്ടൊരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കരയിൽ ഭൂരിപക്ഷം കാര്യമായ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. മറ്റു 3ഇടത്തും സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് റിസൾട്ട്, അതല്ലെങ്കിൽ ഒരു പവർ റൂം സ്ട്രാറ്റജി, അത് ഈ 3ഇടത്തും കൃത്യമായിട്ട് കാണുകയുണ്ടായി. ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ ഇലക്ഷൻ മാനേജ്മെന്റ് എങ്ങനെ കൃത്യമായിട്ട്, അടൂർ പ്രകാശിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ അത് കൃത്യമായിട്ട് എങ്ങനെ നടപ്പാക്കാം എന്ന് കാണിച്ചു തന്ന ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് VD സതീശൻ. മാത്രമല്ല, കാലം മാറുകയാണ്, കോൺഗ്രസിലെ പിള്ളേര് മുഴുവൻ VD സതീശന് ഒപ്പമാണ്. ഇപ്പോൾ ഗ്രൂപ്പിലല്ലോ, VD സതീശനെ കേന്ദ്രീകരിച്ച് പാർട്ടി
പാർട്ടി ചില ഘട്ടങ്ങളിലെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പാർട്ടിക്ക് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ പ്ലാൻ 63 എന്നൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാം എന്ന് പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ പറയാനുള്ള ഒരു ആളെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണല്ലോ, വി ഡി സതീശൻ തന്നെയാണല്ലോ. അപ്പോൾ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരു രഹസ്യ സർവേ നടത്തിയെന്നൊന്നും ഞാനും കരുതുന്നില്ല. പക്ഷെ നിലവിലുള്ളൊരു ഡാറ്റ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കണക്കുമായിട്ട് വി ഡി സതീശൻ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തെറ്റ്? അതിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമെന്ത് എന്നൊരു മറുചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ അർഹത എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ അർഹനാണ്, രമേശ് ചെന്നിത്തലയാണല്ലോ അർഹൻ എന്നിപ്പോൾ പല വിഭാഗങ്ങൾ രമേശ് ചെന്നിത്തലയുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സമുദായ നേതാവിൻ്റെ തിണ്ണ നിരങ്ങൽ ആകരുത് അതിനുള്ള യോഗ്യതയും മാനദണ്ഡവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അർഹരായവർ മറ്റു പലരുമുണ്ട്. കെ മുരളീധരൻ്റെ കാര്യം പറഞ്ഞതുപോലെ KC വേണുഗോപാൽ, ഒരു തർക്കമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സമവായം എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് സ്വാഭാവികമായും KCയുടെ പേരായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അർഹതയുള്ള പലരും കോൺഗ്രസിൽ ഉണ്ടാകാം. പക്ഷേ ആ അർഹത തീരുമാനിക്കപ്പെടേണ്ടത് ഈ രീതിയിൽ ആകരുത്. ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഒരു സംയുക്ത പ്രസ്താവന അല്ലെങ്കിൽ ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം പോലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു മോശം ആരോഗ്യാവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തർക്കം ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ മൂന്നാമതും മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ, അദ്ദേഹം ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ തുടരും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തായിരിക്കും വി ഡി സതീശനും തുടരാൻ കഴിയുക. അതിന് വി ഡി സതീശൻ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിലുള്ള ഈ ടേക്ക് നിർത്തുകയാണ്. സുബീഷ്, ഇതിൽ അതായത് എന്തുകൊണ്ട് വി ഡി സതീശന് പ്ലാൻ 63 അവതരിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം സുബീഷ് ചോദിച്ചു. അവതരിപ്പിക്കാം, പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് സംഘടനാ സംവിധാനം കൈകാര്യം ചെയ്യേണ്ടത് KPCC പ്രസിഡൻറ്റും ബാക്കി മുന്നണി സംവിധാനം കൈകാര്യം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവുമാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പതിവ് രീതി. ആ രീതി പിന്തുടരണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടാണ് KPCC പ്രസിഡൻ്റായി K സുധാകരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി K സുധാകരനെയും വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ മാറ്റി കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ വി ഡി സതീശൻ പലപ്പോഴും വി ഡി സതീശന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ പുതിയ കാല രീതി അനുസരിച്ച് വി ഡി സതീശന് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും പല നേതാക്കളും വി ഡി സതീശനെ കുറിച്ച് മിക്കപ്പോഴും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു താൻപോരിമ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം നിറഞ്ഞ ചില സമീപനങ്ങളാണ്. അത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയായിരിക്കാം. വി ഡി സതീശന് ഉമ്മൻചാണ്ടിയുടെ ശൈലിയോ രമേശ് ചെന്നിത്തലയുടെ ശൈലിയോ അല്ല സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതായത് ഉമ്മൻചാണ്ടി പ്രവർത്തകരെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവാണ്, പ്രവർത്തകർക്കിടയിൽ നിൽക്കുന്ന നേതാവാണ്. രമേശ് ചെന്നിത്തല ആണെങ്കിൽ എല്ലാ അണികളെയും തൊട്ട് തലോടി മുന്നോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതേസമയം വി ഡി സതീശൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ആജ്ഞാശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പരാതികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ധാർഷ്ട്യം നിറഞ്ഞ സ്വഭാവമാണ് എന്നൊക്കെയുള്ള ഒരു പരാതി അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള മാതൃക എന്താണ്? 2 തവണയായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ ഏതാണോ അതിന് മുകളിലൊരു പിണറായി വിജയനാകാനാണ് പലപ്പോഴും വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്നാണ് പലപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധയിൽ അത് വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഈ പ്ലാൻ 63 അവതരിപ്പിച്ചപ്പോൾ വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ആര് പറഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചത്? അതായത് വി ഡി സതീശൻ അവതരിപ്പിച്ചത്. വി ഡി സതീശൻ പ്ലാൻ 63 രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ AP അനിൽകുമാർ അതിനെ എതിർത്തു. AP അനിൽകുമാർ എന്ന് പറയുന്നത് KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. വി ഡി സതീശൻ എങ്ങനെ ഇത് അവതരിപ്പിച്ചു? അതായത് ഇതിപ്പോൾ കനകുലു
കൊണ്ടുവന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ പ്ലാൻ 63 എന്ന് പറയുന്ന കനകുലുവിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് വെച്ചോളൂ. അങ്ങനെ വെക്കുന്നുവെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടത് KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരനും അല്ലെങ്കിൽ VD സതീശനും ഒരുമിച്ചാണ്. അല്ലെങ്കിൽ ഇത് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് VD സതീശൻ അവതരിപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ. ഞാനത് വിട്ടുപോകണ്ട എന്ന് കരുതികൊണ്ട് മാത്രം ഒരൊറ്റൊരു പോയിന്റ് മാത്രം ഞാൻ പറയട്ടെ അൻഷാദെ. ഇപ്പോൾ പ്ലാൻ 63 രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ VD സതീശൻ അവതരിപ്പിച്ചു എന്നത് മാത്രമാണോ ഇപ്പോൾ കോൺഗ്രസിനകത്ത്? അല്ല. അപ്പോൾ അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അവതരിപ്പിക്കേണ്ടയാൾ KPCC പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവല്ല. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ VD സതീശനാണ് ഇത് അവതരിപ്പിച്ച് എന്നുള്ളത് സാങ്കേതികമായ വിഷയം മാത്രമാണ്. അത് മാത്രമല്ല പ്രശ്നം. ഈ താൻപോരിമയിലേക്ക് ദാഷ്ട്യത്തിലേക്ക് ഞാൻ വരാം. സുബീഷ്, ഇതിൻ്റെ അകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, VD സതീശൻ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ച പ്ലാൻ 63 എന്ന് പറയുന്നത് കനകുലുവിൻ്റെ പദ്ധതിയാണോ അതോ VD സതീശൻ സ്വന്തമായി നടത്തിയ സർവേ ആണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതിൽ കുറേ അവ്യക്തതകളുണ്ട്. ഇനി അങ്ങനെ ഒരു സർവേ കനകുലു നടത്തിയെങ്കിൽ അത് പറയേണ്ടത് KPCC പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ അവതരിപ്പിച്ചോട്ടെ, അതിന് പ്രശ്നമില്ല എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇത് എതിർപ്പുകൾ എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് VD സതീശനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ VD സതീശനെ കൂട്ടമായി ആക്രമിച്ചതിൻ്റെ ഒരു കാരണം അതാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സർവേ ആണോ ഈ പ്ലാൻ 63? ഈ 21 ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സഭയിലെ അംഗത്വം എത്രയാണ്? 21. 42 നേരത്തെ കിട്ടിയിരുന്ന, നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ 2001 കണക്കനുസരിച്ച് മൊത്തം 63 സീറ്റ്. ഈ 63 സീറ്റ് കോൺഗ്രസ് ഒന്ന് ഒത്തുപിടിച്ചാൽ കിട്ടുന്ന സീറ്റാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ പ്ലാൻ 63യിലൂടെ സതീശൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെയും ഞാൻ പറയട്ടെ ഒറ്റ കാര്യം മാത്രം. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള കണക്ക് ഞാൻ നേരത്തെ വായിച്ചു. 2001 UDF കിട്ടിയത് 100 സീറ്റ്, അതിൽ കോൺഗ്രസിന് കിട്ടിയത് 63 സീറ്റ്. 2006 അത് 38 കുറഞ്ഞു. 2011 വീണ്ടും കുറയുന്നു, 24. 2016 വീണ്ടും കുറയുന്നു, 2 സീറ്റ് കൂടി പോയി 22. 2021 എത്തുമ്പോൾ ഒരു സീറ്റ് വീണ്ടും നഷ്ടപ്പെടുന്നു, 21 എത്തുന്നു. അപ്പോ VD സതീശൻ ഇവിടെ പറഞ്ഞത് ഈ പ്ലാൻ 63 എന്നൊക്കെ പറയുമ്പോഴാണല്ലോ പ്രശ്നം. അതായത് നേരത്തെ നമ്മുടെ കയ്യിൽ 21 സീറ്റ് ഇപ്പോഴുണ്ട്, നേരത്തെ അല്ല ഇപ്പോഴുണ്ട്, അത് ഭദ്രമാണ്. 21 സീറ്റ് ഇപ്പോഴുണ്ട്. അതും രണ്ടാം തവണയും പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയ അത്രയും ഒരു മെജോറിറ്റി LDFന് നൽകിയ ഒരു തെരഞ്ഞെടുപ്പിൽ, ശക്തമായ ഒരു വേവ് LDFന് അനുകൂലമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടും അപ്പോഴും 21 സീറ്റ് കോൺഗ്രസിന്റെ കയ്യിൽ സേഫ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 42 കൂടി തിരിച്ചു പിടിച്ചാൽ 63 വളരെ ലളിതമാണ്. ഈ ഒരു ഫിഗറിലേക്ക് എത്താൻ ഇപ്പോ ഈ സർവേ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ഷന് മുമ്പ് എല്ലാ ചാനലുകളും സർവേ നടത്തും, ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാണല്ലോ സർവേ നടത്തുന്നത്. ഇങ്ങനെ ഒരു സർവേ VD സതീശൻ നടത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. തന്റെ മുന്നിലുള്ള ഡാറ്റ വെച്ച്, ഈ മുന്നിലുള്ള കണക്കുകൾ വെച്ച് ഇങ്ങനെ ഒരു ഫിഗറിലേക്ക് എത്താൻ സർവേ നടത്തുന്നത്. സുബീഷ്, ഈ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അതായത് VD സതീശൻ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ ഈ 42ന്റെ ഒരു കണക്ക് അവതരിപ്പിച്ചല്ലോ. അതായത് 42 സീറ്റ് കൂടെ പിടിച്ചെടുത്താൽ 63, ആ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു നിർദ്ദേശം. ഈ ഒരു ഡാറ്റ KPCC പ്രസിഡന്റെ വെക്കാൻ പാടില്ല. അത് സംഘടന, അതാണ് പ്രശ്നം. VD സതീശന്റെ താൻപോരിമയും ധാർഷ്ട്യവുമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ VD സതീശൻ അത് വെക്കാൻ പാടില്ല, അത് KPCC പ്രസിഡന്റെ വെക്കാൻ പാടൂ എന്ന് പറഞ്ഞാൽ ആ പറച്ചിലെ താൻപോരിമയും ധാർഷ്ട്യവും പ്രശ്നം. സുബീഷ്, അവിടെയാണ് പ്രശ്നം. അതായത് VD സതീശനെതിരെ ഒരു ആക്രമണം, അതായത് ഒരു കൂട്ടമായ ആക്രമണം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത് അത് വളരെ ആസൂത്രിതമായ അജണ്ടയാണ്, യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിലെ പുതിയ ശാക്തിക ബലാബലത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ആക്രമണമാണ്. അതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് ഇത് ഈ ആക്രമണത്തിലോ അല്ലെങ്കിൽ VD സതീശനെ ഒറ്റപ്പെടുത്തുന്നതിലോ ഒന്നും കൂട്ടുനിൽക്കാത്ത ചില കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്ന VD സതീശന്റെ കണക്കിൽ അവർ പറയുന്ന ഒരു പിഴവിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് VD സതീശൻ പറഞ്ഞല്ലോ ഈ 21 + 42, ഈ
21 വി ഡി സതീശൻ കൂട്ടിവെക്കുന്നത്, അതായത് ഉറപ്പായിട്ടും കിട്ടുന്ന 21 എന്ന് വി ഡി സതീശൻ കൂട്ടിവെക്കുന്നത് ഇതിൽ കരുനാഗപ്പള്ളിയുണ്ട്, കുണ്ടറയുണ്ട്. ഈ കുണ്ടറ എന്ന് പറയുന്ന സീറ്റ് കിട്ടിയത് PC വിഷ്ണുനാഥിൻ്റെ ഒരു വ്യക്തിവൈഭവം കൊണ്ട് പിന്നീട് മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അവിടെ പറ്റിയ കുറേ പിഴവുകളുടെ ഭാഗമായിട്ട് CPMൻ്റെ കുത്തക സീറ്റാണ് കുണ്ടറ. കരുനാഗപ്പള്ളി CPIയുടെ കുത്തക സീറ്റാണ്. മഹേഷിൻ്റെ ഒരു പ്രതിച്ഛായ കൊണ്ട് കിട്ടിയതാണ്. അതിനെയൊക്കെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കഴക്കൂട്ടവും നിയമവും എന്തുകൊണ്ട് ഷുവർ സീറ്റായിട്ട് വി ഡി സതീശൻ കണക്കാക്കുന്നില്ല? നിയമത്ത് കോൺഗ്രസ്സിന് വലിയ ബെൽറ്റ് ഉണ്ട്, അതിന് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? കഴക്കൂട്ടം എന്തുകൊണ്ട് MA വാഹിദിനെ പോലെ നിരന്തരം MA വാഹിദ് 2 തവണ തുടർച്ചയായിട്ട് ജയിച്ച സ്ഥലത്ത് എന്തുകൊണ്ട് ജയിക്കില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം. അതെ, ആ മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ എന്താണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കമാൻഡ് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നേതൃമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടും അതിന് മുന്നോടിയായിട്ടും ഉണ്ടായ ചില തർക്കങ്ങളിൽ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ അതൃപ്തിയിലാണ്. ആ ഹൈക്കമാൻഡിൻ്റെ അതൃപ്തി 3 എണ്ണമാണ്. ഒന്നാമത്തത്, ഈ കനഗുലു എന്ന് പറയുന്ന സുനിൽ കനഗുലു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ അഭിപ്രായങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ, അതായത് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കാത്തത് വളരെ അതൃപ്തി ഹൈക്കമാൻഡിന് ഉണ്ടാക്കിയിട്ടുണ്ട്. 1. 2 എന്ന് പറയുന്നത്, എന്തിനാണ് ഇപ്പോഴേ മുഖ്യമന്ത്രി ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്? അത് ആർക്കു വേണ്ടിയാണ്? അത് വി ഡി സതീശൻ ക്യാമ്പും മുഖ്യമന്ത്രി ചർച്ച ഉയർത്തുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പും ഉയർത്തുന്നുണ്ട്, കെ സുധാകരൻ്റെ ടീമും ഉയർത്തുന്നുണ്ട് ഈ മുഖ്യമന്ത്രി ചർച്ച. അതെന്തിനാണ്? നിങ്ങളിങ്ങനെ വേർതിരിഞ്ഞ് നിന്ന് അടിയുണ്ടാക്കുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ തല്ലിക്കെടുത്തുന്നതാണ് എന്നുള്ള ഒരു അതൃപ്തിയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം സുനിൽ കനഗുലു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ എന്താ പറയുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കാത്തത് കാരണം മഹാരാഷ്ട്രയും ഹരിയാനയും മധ്യപ്രദേശും നമുക്ക് നഷ്ടപ്പെട്ട കാര്യം കൂടി ഓർക്കണമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടെയാണ് പ്രശ്നം. അതായത് ഇപ്പോൾ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ അകത്ത് ഈ തർക്കങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തേക്ക് പോയതാണ്. ഒപ്പം ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു വി ഡി സതീശനുണ്ടായ തിരിച്ചടി മാരാമൺ കൺവെൻഷൻ്റെ യോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ഒപ്പം രാഷ്ട്രീയകാര്യ സമിതിയിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്താൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. ഒപ്പം നേതൃമാറ്റ വിമർശനം ഉണ്ടാകുന്നതിന് പിന്നാലെ ഹൈക്കമാൻഡ് നേതൃമാറ്റ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. അതായത് വി ഡി സതീശൻ ക്യാമ്പ് വിശ്വസിക്കുന്നത് ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തനിക്കെതിരെ നടന്ന ആക്രമണം, കൂട്ടയാക്രമണം, അത് ആസൂത്രിതമാണ്. അത് എന്തിനാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്? നേതൃമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങണം, അതായത് സുധാകരനെ വീണ്ടും അവിടെ നിലനിർത്തണം എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ചർച്ച അവിടെ കൊണ്ടുവന്നത് എന്നാണ് വി ഡി സതീശൻ ക്യാമ്പ് വിശ്വസിക്കുന്നത്. മറുഭാഗത്ത് എന്താണ്? രമേശ് ചെന്നിത്തല ക്യാമ്പ് വിശ്വസിക്കുന്നത് എന്താണ്? വി ഡി സതീശൻ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഈ പ്ലാൻ 63, അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സീറ്റുകൾ ജയിക്കും എന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വെച്ച് പ്ലാൻ 63 അവതരിപ്പിച്ച് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്നു. ആര്? വി ഡി സതീശൻ എന്നുള്ള ഒരു തർക്കമാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈക്കമാൻഡ് ഇതിൻ്റെ ഇടയിൽ ചെയ്തത് എന്താണ്? ഹൈക്കമാൻഡിൽ ദീപാദാസ് മുൻഷി, AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിൽ വന്ന് ഓരോ നേതാക്കളെയും വെവ്വേറെ കണ്ടു. രാഷ്ട്രീയകാര്യ സമിതിയിലെ നേതാക്കളെ വെവ്വേറെ കണ്ടപ്പോൾ അവർ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യം, വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃനിലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ എല്ലാവരും പറഞ്ഞ അഭിപ്രായം എന്താണ്? വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള അടിയാണ് പ്രശ്നം. അപ്പോൾ പ്രശ്നം വരുന്നത് ഈ കെ സുധാകരനെ മാറ്റാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് നിലവിലെത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെ മാറ്റണ്ടേ എന്നൊരു ചോദ്യമാണ് വി ഡി സതീശൻ എതിർ വിഭാഗം ഉയർത്തുന്നത്. ഇങ്ങനെ അതിസങ്കീർണമായ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധ്യതകളെ തല്ലിക്കെടുത്തുന്നത്. ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ അടി കൂടുന്നത് കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകർ മത്സരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയാണ് ബാധിക്കുന്നത്. ഈ തർക്കങ്ങൾ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇല്ലാതാകും. അപ്പോൾ നിങ്ങളെല്ലാം ജയിച്ച് MLA ആകും. പക്ഷേ പാവപ്പെട്ട
സാധാരണക്കാരായിട്ടുള്ള വാർഡിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സാധാരണ പ്രവർത്തകർ തോൽക്കും. അതുണ്ടാകരുത്. ഇതൊരു സമന്വയത്തിലേക്ക് പോകണം. ഒരു സമൂലമായ അഴിച്ചുപണി ഉണ്ടാകണം. അത് എല്ലാ തലത്തിലും ചർച്ച ചെയ്ത് ഒരൊറ്റ പേരിലേക്ക്, ഇപ്പോൾ തന്നെ ഈ കനകുലു ട്യൂൺ കൊടുത്തിരിക്കുന്ന ഒരു 6 പേരുകളെ കുറിച്ച് സുബീഷിന് അറിയാം. പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹന്നാൻ, അടൂർ പ്രകാശ്, റോജി എം ജോൺ, ആന്റോ ആന്റണി, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. അപ്പോൾ സാമുദായികമായിട്ടുള്ള സാഹചര്യം കൂടി ഇപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നുവെങ്കിൽ ഇത്രയും നാൾ കെ. സുധാകരനായിരുന്നു. അപ്പോൾ ഇനി ഒരു ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്നുള്ള ഒരാൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നും അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ബെന്നി ബെഹന്നാനിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത. അൻഷാദ്, എനിക്ക് പറയാനുള്ളത് 2026 കോൺഗ്രസിന് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും അങ്ങനെയേ പറയുന്നുള്ളൂ, 2026 UDF ഒരു ഈസി വാക്ക് ഓവർ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. UDF അല്ലെങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ ഇല്ലാതാക്കാൻ കാരണമാകുന്ന തർക്കവും വഴക്കും കലഹവുമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, വി.ഡി. സതീശൻ ഇപ്പോൾ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ച പ്ലാൻ 63 എന്ന് പറയുന്നത്, പ്ലാൻ 63 എന്നൊക്കെ പേരിട്ട് വിളിക്കുമ്പോഴാണ് അത് അതെ ഞാൻ പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞതാണെങ്കിലും അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ എന്തോ വലിയ ഒരു രഹസ്യ സർവേ ഒക്കെ നടത്തി ഇതാ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നു എന്ന മട്ടിലേക്കൊക്കെ കാര്യങ്ങൾ സങ്കീർണമായി പോയത്. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡാറ്റ വെച്ചാണെങ്കിൽ 63 സീറ്റുകളിൽ തങ്ങൾക്ക് ജയിക്കാനാകും എന്നൊരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് വി.ഡി. സതീശൻ പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും വാദം. അത് പറയേണ്ടത് അല്ല, ഞാൻ പറയട്ടെ, പറയേണ്ടത് KPCC പ്രസിഡന്റ് ആയിരിക്കാം. അങ്ങനെ ഒരു സാങ്കേതികത്വം ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ തന്നെയും വി.ഡി. സതീശൻ അത് പറയാനുള്ള അർഹതയുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞോട്ടെ. പക്ഷെ അപ്പോഴും അതൊരു അന്തിമമായ ഒരു ഡാറ്റയായിട്ട് ഞാനും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സീറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, വേറെ കരുനാഗപ്പള്ളി സീറ്റിന്റെ കാര്യം, അതെ, അത്തരം പിഴവുകൾ ഒക്കെ ഈ പ്ലാൻ 63 ഉണ്ടായിരിക്കാം. അതിൽ വി.ഡി. സതീശന്റെ താല്പര്യവും കടന്നു വന്നേക്കാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ത് താല്പര്യത്തോടെയാണോ NSSന്റെ ആസ്ഥാനത്തേക്ക് പോയത്, പെരുന്നയിലേക്ക് പോയത്, മാരാമൺ കൺവെൻഷന്റെ താല്പര്യം എന്താണ്, അവിടെ ആരാണ് പങ്കെടുക്കുന്നത്, ആ വ്യക്തിയുടെ താല്പര്യം എന്താണ്, അത്തരം താല്പര്യങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാം. പക്ഷേ ആ താല്പര്യമായിരിക്കരുത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചൂണ്ടുപലക എന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന് അർത്ഥമുള്ളൂ. അത്തരം പിഴവുകൾ ഈ പ്ലാൻ 63 ഉണ്ടെങ്കിൽ KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി തന്നെയാണ് അതിൽ തിരുത്തലുകൾ നിർദ്ദേശിക്കേണ്ടത്. അത്തരം ആരോഗ്യപരമായ ക്രിയേറ്റീവായിട്ടുള്ള തിരുത്തലുകൾ നിർദ്ദേശിച്ചുകൊണ്ട് അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതിന്മേൽ മറ്റൊരു റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടുകയും ആ റിപ്പോർട്ടിന്മേൽ തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും അതിനൊരു പ്രായോഗിക പദ്ധതി ആവിഷ്കരിക്കുകയുമാണ് ഏത് രാഷ്ട്രീയ കാര്യസമിതിയും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അത് രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉണ്ടായില്ല, അടിയാണ് ഉണ്ടായത്. മാത്രമല്ല വി.ഡി. സതീശന് വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉയരുകയാണ് ഉണ്ടായത്. അതല്ല കോൺഗ്രസിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. പിന്നൊന്ന്, ഈ താൻപോരിമ ധാർഷ്ട്യം എന്നൊക്കെ വി.ഡി. സതീശനെ പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അതൊക്കെ ആവശ്യമാണെന്നേ. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ആകട്ടെ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ ആകട്ടെ, പിണറായി വിജയനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ് ഈ ധാർഷ്ട്യം, താൻ പോരിമ. ഏത് ഫയലും മുഖ്യമന്ത്രി കാണാതെ മുന്നോട്ട് നീങ്ങാനാകില്ല, അത് പിന്നീട് മുന്നോട്ട് പോകില്ല. ഏത് ഫയലും മുഖ്യമന്ത്രിയുടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇപ്പോൾ സംഘടനയിലാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും മുഖ്യമന്ത്രിക്ക് വല്ലാത്തൊരു ധാർഷ്ട്യമാണ് എന്നൊക്കെ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ആ താൻപോരിമയും ധാർഷ്ട്യവും ഒക്കെ ആവശ്യമാണ്. ആരുടെയും തോളിൽ കൈയിട്ടല്ല, അത്ര കണ്ട് ജനകീയനായിട്ടല്ല പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായത്. ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല ശൈലിയുണ്ട്. അവർ എപ്പോഴും പ്രവർത്തകരുടെ കൂടെയാണ്. ആൾക്കൂട്ടം ഒരു ലഹരിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. പക്ഷേ വി.ഡി. സതീശൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട്. ആ ശൈലിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നതിലെ മികവും പവർ റൂം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് കണ്ടു, ചേലക്കരയിലും ഒരു പരിധിവരെ വിജയം കാണുകയുണ്ടായി ആ സ്ട്രാറ്റജി. അപ്പോൾ വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു പ്ലാൻ 63 അവതരിപ്പിച്ചതിൽ തെറ്റില്ല. ആ അവതരിപ്പിച്ചതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരം ക്രിയാത്മക
ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയരേണ്ടതിന് പകരം അത്തരം ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കേണ്ടത്. അതിന് പകരം നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന രീതിയിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ഉയർന്നു വന്ന നിർദ്ദേശം എന്തായിരുന്നു? ഇത് സമവായം അല്ലെങ്കിൽ ഒത്തൊരുമയം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ എന്തോ ശില്പശാല നടത്താൻ പോവുകയാണ്. പക്ഷെ ശില്പശാല ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് നടപ്പാക്കേണ്ട ഒന്നാണ്. അതല്ലാതെ ഈ വിഭാഗീയത ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശില്പശാലയ്ക്കും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ശില്പശാലയിലേക്ക് പോകേണ്ടത്. അതിന് പകരം ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോലും പറ്റാത്ത മോശമായ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി വെച്ചോ, ഒരു സംശയവും വേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ 3ാം തവണയും പിണറായി വിജയൻ വന്നിരിക്കും. വി ഡി സതീശൻ ഇതേ നിലയിൽ പ്രതിപക്ഷ നേതാവായി തുടരുകയും ചെയ്യും. അതായത് സുബീഷേ, ഇതിൻ്റെ അകത്തുള്ള സുബീഷ് പറഞ്ഞതിനൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പഠിക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുമ്പോൾ സുബീഷ് പറഞ്ഞു, അതായത് എപ്പോഴും തോളിൽ കൈയിടുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ ലഹരിയാക്കിയോ കൊണ്ടൊരു നേതാവ് നടക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ CPM സംബന്ധിച്ച് അത് നടക്കും. അതൊരു കേഡർ പാർട്ടിയാണ്. അതിന് നേതാവ് എന്നുള്ളതിനപ്പുറം അതിൻ്റെ ഒരു സംഘടനാപരമായ സംവിധാനത്തിലൂടെയാണ് അത് ചലിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടത്തിൻ്റെ പാർട്ടിയാണ്. സെമി കേഡർ എന്ന് സുധാകരൻ അധികാരത്തിൽ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആയ സമയത്ത് നിരവധി വട്ടം പറഞ്ഞെങ്കിലും അതിൽ ഒരു കേഡറിസവും കൊണ്ടുവരാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല. സുധാകരൻ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞോ? അത് വിമർശന വിധേയമായി ചർച്ച ചെയ്യേണ്ടത്. പ്രസിഡന്റ് ആയ സമയത്ത് സുധാകരൻ അല്ലല്ലോ ഇപ്പോൾ. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയും പ്രശ്നമാണ്. അപ്പോൾ സുധാകരൻ പറഞ്ഞ സെമി കേഡറിസം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സതീശൻ ഇങ്ങനെ ഒരു എല്ലാത്തിനോടും ദേഷ്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നടക്കണം എന്നുള്ള രീതിയിൽ ഒരു പെരുമാറ്റം നടത്തിയാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ദഹിക്കില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടി അല്ല, അങ്ങനെയല്ല. ആ രീതിയിലുള്ള ആർക്കും കോൺഗ്രസ് പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആർക്കും ദഹിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒറ്റ കാര്യം, എല്ലാ സമുദായ നേതാക്കളെയും അങ്ങോട്ട് പോയി കണ്ട് അവരെ തൃപ്തിപ്പെടുത്തി കേരളം കൈയടിച്ച് സ്വീകരിക്കും. അല്ല, അവിടെയാണ് ആ രീതികളൊക്കെ മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് വി ഡി സതീശനുള്ളത്. അതായത് ഇപ്പോ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള പ്രതിസന്ധി എന്താണ്? സുധാകരനെ പിണക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തെ സമ്മതിപ്പിച്ചു മാറ്റിയില്ല എങ്കിൽ അത് ഒരുപക്ഷെ മുല്ലപ്പള്ളിയെയോ VM സുധീരനെയോ അല്ലെങ്കിൽ പഴയ തെന്നല ബാലകൃഷ്ണപിള്ളയെയോ പെട്ടെന്ന് എടുത്ത് മാറ്റിയതുപോലെ ഒരു പ്രത്യാഘാതമല്ല ഉണ്ടാക്കുക. അത് ചിലപ്പോൾ സുധാകരൻ എങ്ങോട്ട് പോകുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. രമേശ് ചെന്നിത്തലയെ വിശ്വാസത്തിലെടുക്കണം. രമേശ് ചെന്നിത്തലയെ പിണക്കാൻ പറ്റില്ല, കാരണം NSS പിണങ്ങും. ആ രീതിയിൽ ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട്. വി ഡി സതീശനെ പിണക്കാൻ പറ്റില്ല, കാരണം വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉറച്ച സ്ട്രാറ്റജിസ്റ്റാണ്. നിലവിൽ സ്ട്രാറ്റജിസ്റ്റാണ്. നേരത്തെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, ഒപ്പം വി ഡി സതീശൻ്റെ ഒരു നേതൃഗുണം, വി ഡി സതീശൻ ഈ ചെറുപ്പക്കാരെ ഒപ്പം നിർത്തുന്നത്, ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സമുദായ സമവാക്യങ്ങൾ ഒരു നാടിന്റെ നായകനെ തീരുമാനിക്കാൻ പാടില്ല. സമുദായ സമവാക്യങ്ങളാകരുത് ഞാൻ പറയട്ടെ, അതൊരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ്. അതൊരു പിന്തുടർച്ചാ രീതിയാണ്. ആ രീതിയെ വി ഡി സതീശൻ ഖണ്ഡിക്കുന്നു, ലംഘിക്കുന്നു, റദ്ദാക്കുന്നു. അതുകൊണ്ടാണ് വി ഡി സതീശനൊപ്പം കോൺഗ്രസിലെ യുവ തുർക്കികൾ മുഴുവൻ ഒറ്റക്കെട്ടായി അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് താൻപോരിമയായി, അത് ധാർഷ്ട്യമായി. പിന്നെന്താ വേണ്ടത്? രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കണോ? രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം എന്താണ്? രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അർഹതയുള്ളവർ കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട്. മുരളീധരനുണ്ട്. രമേശ് ചെന്നിത്തല തീർച്ചയായും അർഹനാണ്. ഞാൻ പറയട്ടെ, വി ഡി സതീശനേക്കാൾ അർഹൻ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി കടുത്ത നിരാശയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ആഭ്യന്തരമന്ത്രിയായി, പക്ഷെ മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ നിരാശയുണ്ട്, കടുത്ത നിരാശയുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിരാശയോ ആകരുത് മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള മാനദണ്ഡം എന്നുള്ളത്. ഒരു നാടിനെ നയിക്കാനുള്ള പദവിയാണ്. അവിടേക്കുള്ള മാനദണ്ഡം കേവലം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന നിരാശയോ ആഗ്രഹമോ ആകരുത്. അത് വൈകാരിക. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരികെ വരാം. അതായത് ഇപ്പോൾ എന്തായാലും ഹൈക്കമാൻഡ് അവസാനം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വി ഡി സതീശനെ ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസത്തിലെടുത്തുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഗുണങ്ങളുണ്ട്. ഒപ്പം
പഴയ എ ഗ്രൂപ്പ് വി ഡി സതീശനൊപ്പമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ബെന്നി ബെഹന്നാൻ്റെ പേര് വി ഡി സതീശൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം വി ഡി സതീശനുണ്ട്. ഈ ലീഗിനപ്പുറം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സമസ്തയുമായിട്ടും കാന്തപുരവുമായിട്ടും ഒക്കെ വി ഡി സതീശൻ നേരിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ KP നൗഷാദ് അലി വഴിയാണ് ആ നേരിട്ടുള്ള ബന്ധം. അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിലൊക്കെ വി ഡി സതീശൻ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ തന്നെ വി ഡി സതീശൻ പല രീതിയിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ കാന്തപുരം വിഭാഗം ഇപ്പോൾ കോൺഗ്രസുമായി അടുത്തു വരുന്നുണ്ട്. സമസ്ത വേദിയിലൊന്നും കോൺഗ്രസിൻ്റെ വേദിയിലൊന്നും വരാത്ത സമസ്ത നേതാക്കൾ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് വരുന്നുണ്ട്. ഒപ്പം ഈ കുഞ്ഞാലിക്കുട്ടിയുമായി ആദ്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷെ പിന്നീട് ആ ഒരു പ്രശ്നവും പരിഹരിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ഒപ്പം ക്രിസ്തീയ സഭകളുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് വി ഡി സതീശന് മാറാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ വിശ്വാസത്തിലെടുത്ത് രമേശ് ചെന്നിത്തലയും K സുധാകരനും എന്ത് നിലപാടെടുത്താൽ തന്നെയും അവരെയൊക്കെ ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് ശ്രമിക്കും. അതിലേക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ നോമിനി തന്നെയായിരിക്കും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള ഇപ്പോഴത്തെ ഒരു സാധ്യത. ശരി, എന്തായാലും ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടലല്ല അടിയന്തരമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിർവഹിക്കേണ്ടത്. എങ്ങനെ ജയിക്കാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തലാണ്.